അതിനൊപ്പം തന്നെ I would like to invite the script കൊടുത്തതിന് let's invite Sudhanshu Sanjeev Shivan. Ladies and gentlemen, can we have Sudhanshu over here? നല്ലൊരു കൈയ്യടി കൊടുത്തേ എല്ലാവരും. Wonderful, thank you so much. Next up we have Mr. Tarun, the GM of distributions at Yes sir. ഇനി ഞാൻ അവളുടെ അപ്പുവിന്റെയും ഇരുത്തി കഥ പറഞ്ഞ് നമ്മളിലേക്ക് ആ ഒരു നറേഷനിലൂടെ എത്തിക്കുകയാണ് ആ ഒരു പണ്ടത്തെ ആ ഒരു കാലത്തോട്ടൊക്കെ. അപ്പം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു മൂവിയിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുന്നത് ഞങ്ങളുടെ ഒപ്പം ഒന്ന് ഷെയർ ചെയ്യാവോ? എനിക്ക് 3 ആൺമക്കളാണ്. എൻ്റെ വീട്ടിൽ നിന്നാണ് ആ കോൺസെപ്റ്റിൻ്റെ ഐഡിയ വന്നത്. വീട്ടിലെപ്പോഴും അറിയാലോ 3 ആൺമക്കൾ വളർത്തിക്കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ അച്ഛൻ്റെ ഒരു 10% നിങ്ങൾക്ക് അച്ഛൻ്റെ ഒരു നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ നീ നല്ലൊരു വലിയ ആളാവും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നീ യു ഷുഡ് ലേൺ ഫ്രം അച്ഛൻ്റെ ക്വാളിറ്റീസ്, അച്ഛൻ്റെ ഇത് എടുക്കുക എന്നൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എപ്പോഴും ഒരു ഫോർ മീ ഹീ ഈസ് എ പെർഫെക്റ്റ് ഹസ്ബൻഡ്, ഫാദർ, സൺ, എവറിഥിങ്. ആൻഡ് ഐ വോണ്ടഡ് മൈ ചിൽഡ്രൻ ഓൾസോ ടു ഹാവ് ദ സെയിം വാല്യൂ സിസ്റ്റം തന്നെ വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു സാധനം കോട്ട് ചെയ്ത് ഇപ്പം നമ്മളെ റൈറ്റർ ഉണ്ടായിരുന്നു, നെയിം ഇസ് അനിർബാൻ ഭട്ടാചാര്യ. അദ്ദേഹം ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, ഐ വിൽ റൈറ്റ് എ സ്റ്റോറി വിത്ത് ദിസ് കോൺസെപ്റ്റ്. അങ്ങനെ ഈ സ്റ്റോറി വീവ് ചെയ്തത് ഇറ്റ് ഇസ് ബിക്കോസ് എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ വീവ് ചെയ്ത് വന്ന സ്റ്റോറിയാണ്. അതാണ് മലയാളീകരിച്ചിട്ട് സഞ്ജീവ് ശിവൻ എഴുതിയത്. ദാറ്റ് ഈസ് ദ വേ ദിസ് ഓർഗനൈസേഷൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ കുറേ അധികം ഫിലിം മേക്കേഴ്സിന് ഒരു ഹോം ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ത്രൂ ഔട്ട് നമ്മൾ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്തെങ്കിലും നമ്മൾ കൂടെ വേണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് തോന്നിയത്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മലയാളം അറിയാം, പക്ഷേ സംസാരിച്ചൊരു പാടാണ്. സോ ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സോ കൺഗ്രാറ്റുലേഷൻസ് ദീപ്തി ആൻഡ് സഞ്ജീവ് for this wonderful feel good movie. ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സിനിമകളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ടൊരു 2 മണിക്കൂർ പോകുന്ന പോലും അറിയാതെ എൻജോയ് ചെയ്യാൻ അത് ചെറിയൊരു പ്രോസസ്സ് അല്ല അത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് താങ്ക്സ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോസസ്സ്? ഇങ്ങനൊരു ടൈമിൽ ഇങ്ങനൊരു സിനിമ ചെയ്യണം എന്നൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് കാരണം എന്തായിരിക്കും? ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. കാരണം ഇപ്പോൾ ആളുകളുടെ മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പോൾ വയലൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്, ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അവരിലേക്ക് ഇങ്ങനൊരു ചിത്രം എത്തിക്കണം എന്ന് തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്തായിരിക്കും? എല്ലാവരുടെയും ലൈഫിൽ നമ്മളെല്ലാവരും ആക്ച്വലി എവറി ഹ്യൂമൻ ബീയിങ് ഒരു പ്രോസസ്സിൽ കൂടെ പോകും. നമ്മൾക്ക് ഒരു ബോൺ, പിന്നെ യൂത്ത്, പിന്നെ കല്യാണം കഴിച്ച് ഈ ഫേസിൽ നമ്മൾ ആക്ച്വലി നമ്മളെ പേരൻസിനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കില്ല. നമ്മൾ പിന്നെ കല്യാണം കഴിച്ച് നമ്മളെ പിള്ളേരാകുമ്പോഴത്തേക്കാണ് ആക്ച്വലി നമ്മളെ പേരൻസിനെ മനസ്സിലാക്കുന്നത്. അത് തന്നെ ഞങ്ങൾ ശരിക്കും അത് കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. കാര്യം എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിലും എൻ്റെ ചുറ്റിലുള്ള വീട്ടിലും ഒക്കെ നടക്കുന്ന ഇതാണ്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ കഥ തുടങ്ങുന്നത് തന്നെ നമുക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഈ പറഞ്ഞ 80s ആ ഒരു 80s ജനിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ കഥയിൽ പറയുന്ന ആ കാലഘട്ടം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴത്തെ കുട്ടികളുടെ ഇപ്പോൾ കടന്നു പോകുന്നത് എനിക്കതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു അത് കണക്ട് ചെയ്യാൻ. അല്ല, ആക്ച്വലി 4 ആഴ്ച മുമ്പേ തന്നെ എൻ്റെ ഒരു ആക്ടിങ് ട്രെയിനറുണ്ട്, സാംബായ് എന്ന് പറഞ്ഞിട്ട്. സാമംഗൾ എന്ന പേര്, പക്ഷേ ഞാൻ സാംബായ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ കൂടെ ഇരുന്ന് ഈ ട്രെയിൻ മീ ഫോർ ആക്ടിങ്. എന്നിട്ട് നമ്മൾ 4 ആഴ്ച ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ മുമ്പേ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ്. 2 കാലഘട്ടത്തിൻ്റെ എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് നമ്മൾ ഡയലോഗ് ഡെലിവറി, ആക്ഷൻസ്, സ്ലാങ് എല്ലാം കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു.